ഇപ്പൊ കൊച്ചിയിൽ മാത്രമല്ല കേരളത്തിൽ മൊത്തം ട്രെൻഡായി വരുന്ന ഒരു പരിപാടിയാണ് ന്യൂ ഇയറിന് പാപ്പേനെ കത്തിക്കുക എന്നുള്ളത്. കൊച്ചിയിൽ വന്നിട്ട് ഇപ്പൊ ഒരു വർഷത്തിന് മേലെ ഫോർട്ട് കൊച്ചിയില് പാപ്പേനെ കത്തിക്കുന്നത് കാണാൻ പോകാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവിടെ നല്ല കൺജസ്റ്റഡ് ആയിരിക്കും. വാഹനങ്ങളൊന്നും കടത്തിവിടാതെ കിലോമീറ്ററുകൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ന്യൂ ഇയർ തന്നെ ആഘോഷിക്കാൻ പറ്റാതെ വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. അതുകൊണ്ട് ന്യൂ ഇയർ ആഘോഷിക്കാൻ ഞങ്ങൾ സെലക്ട് ചെയ്ത് മലയാറ്റൂരായിരുന്നു. എറണാകുളത്തു നിന്നും ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്താൻ പറ്റും. ഫോർട്ട് കൊച്ചിയിലെ സെലിബ്രേഷനോട് മുട്ടി നിൽക്കാൻ പറ്റുന്ന ഒരു സെലിബ്രേഷനാണ് മലയാറ്റൂരുള്ളത്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതുകൊണ്ട് ലേറ്റായി. ഏകദേശം സമയമായതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ലൊക്കേഷനിലേക്ക് എത്താനായപ്പോഴത്തേക്ക് മലയാറ്റൂർ അടിവാരത്തേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ഏകദേശം 2 കിലോമീറ്റർ മുമ്പ് തന്നെ പോലീസ് ആ വഴി മൊത്തം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. മലയാറ്റൂര് ഈ കാഴ്ചകളും ഫേമസ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഈ കാണുന്ന മലയാറ്റൂരിലെ താഴ്വാരത്തുള്ളൊരു പള്ളിയാണ്. ഇവിടെ നിന്നും അടിവാരത്തേക്ക് ഏകദേശം 2 കിലോമീറ്റർ നടക്കാനുണ്ട്. മുന്നോട്ട് പോകുന്നതോറും ആൾക്കാരുടെ എണ്ണം കൂടി വരുന്നതുകൊണ്ട് ആരെങ്കിലും കൂട്ടത്തിൽ നിന്ന് മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പള്ളിയാണ് തിരിച്ചെത്താനുള്ള ലൊക്കേഷൻ പറഞ്ഞേക്കുന്നത്. മുന്നിൽ കാണുന്ന മലയുടെ മേലെ കാണുന്ന ഒരു ലൈൻ പോലെയുള്ളതാണ് മലയാറ്റൂർ മലയുടെ ടോപ്പിലേക്കുള്ള വഴി. കുറച്ചു ദൂരം ഉള്ളിലേക്ക് നടന്നപ്പോൾ ഇവിടെ ഒരു പെട്രോൾ പമ്പ് കിട്ടി. അവിടെ നിന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയി. ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബാറ് കണ്ടു. വീടുകളും കെട്ടിടങ്ങളൊക്കെ ലൈറ്റുകൾ ഇട്ട് അലങ്കരിച്ചിരിക്കുന്നു. മലയാറ്റൂർ അടിവാരത്തിന്റെ മെയിൻ എൻട്രൻസിലേക്ക് ഏകദേശം എത്തിയിരിക്കുന്നു. അതിന്റെ താഴ്ഭാഗത്തായിട്ടൊരു വലിയ തടാകമുണ്ട്. നക്ഷത്ര തടാകം എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങോട്ടുള്ള വഴിയുടെ ഇരു സൈഡിലും നക്ഷത്രങ്ങൾ ബൾബ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. മെയിൻ എൻട്രൻസിലേക്ക് എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല തിരക്കായി. അങ്ങനെ കവാടം കടന്ന് മുന്നോട്ട് തന്നെ പോയി. ഈ നടക്കുന്ന വഴിയുടെ ഒരു സൈഡില് തടാകമാണ്. വിശാലമായി നീണ്ടു തുറന്ന് കിടക്കുന്ന ഒരു തടാകം. അതിന് ചുറ്റും ഫുള്ള് നക്ഷത്രവും ലൈറ്റും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ക്രിസ്മസും ന്യൂ ഇയറുമാണ് ഇവിടുത്തെ മെയിൻ പരിപാടി. അതുകൂടാതെ നോമ്പിന്റെ സമയവും ദുഃഖവെള്ളിയാഴ്ചയൊക്കെ മല കയറാൻ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വരുന്നതായിരിക്കും. ബേക്കി കാണുന്ന ഈ ഒരു ക്രിസ്മസ് അപ്പൂപ്പിനെയാണ് നമ്മൾ കത്തിക്കാൻ പോകുന്നത്. ഇവിടെ ചെറിയൊരു DJ പാർട്ടിയും ഉണ്ട്. ശരിക്കും പല ടീമുകൾ വന്നിട്ടാണ് ഇവിടെ ഈ പെർഫോമൻസ് നടത്തുന്നത്. ഇതിപ്പോ ചെണ്ടയും DJയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു. വേറെ ലെവല് സാധനം. ചില്ലറ ആൾക്കാരൊന്നല്ല, പ്രതീക്ഷിച്ചതിനെ കഴിഞ്ഞും കൂടുതൽ ആൾക്കാരാണ് ഈ ഒരു സ്പോട്ടിൽ ഇന്ന് ഞാൻ കണ്ടത്. മരണക്കിണർ, ആകാശത്തൊട്ടിൽ, അങ്ങനെ കുറെ റൈഡുകൾ ഉണ്ട് ഇവിടെ. ആ DJ പാട്ട് കേട്ട് കഴിഞ്ഞാൽ തുള്ളാതിരിക്കാൻ തോന്നില്ല. ഞങ്ങൾ അവിടെ കുറച്ച് നേരം അടിച്ചു പൊളിച്ചു. ഇനി ഏതാനും കുറച്ച് മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ 12 മണിയാവാൻ. പതുക്കെ ഞങ്ങള് ക്രിസ്മസ് അപ്പൂപ്പിനെ കത്തിക്കുന്ന സ്റ്റാച്ചുവിന്റെ അടുത്തേക്ക് വ്യൂ കിട്ടുന്ന രീതിയിൽ നടന്നു. അതിന്റെ ഒരു കിടിലൻ വ്യൂ കിട്ടുന്ന രീതിയിൽ ഞങ്ങൾ അവിടെ അങ്ങ് നിന്നു. ആ ഭാഗത്തേക്ക് എത്തിപ്പെടാൻ കുറെ കഷ്ടപ്പെട്ടു. ഈ തിരക്കിനിടയിൽ കൂടെ നടക്കുക എന്നുള്ളത് തന്നെ ഒരു സാഹസിക യാത്രയാണ്. ഇത്രയും തിരക്കിനിടയ്ക്ക് ഈ ചെറിയ കൊച്ചിനെയൊക്കെ എടുത്തുകൊണ്ട് വന്നവരെ ഞാൻ സമ്മതിക്കുന്നു. 12 മണിയാവാൻ ഇനി 1 മിനിറ്റ് കൂടെ മാത്രം. എല്ലാവരുടെയും ക്യാമറയും എല്ലാവരുടെ കണ്ണുകളും പാപ്പയിലേക്ക് ഫോക്കസ്. കൗണ്ടൊക്കെ എണ്ണിയിട്ടായിരുന്നു കത്തിക്കാനുള്ള പ്ലാന്. സംഭവം ചെറുതായിട്ടൊന്ന് ചീറ്റി വന്നൊരു ഡൗട്ട് തോന്നി. കുറച്ചൊന്ന് ലാഗായി കത്തിപ്പിടിക്കാൻ. അതിനുശേഷം തീ അങ്ങ് വരാൻ തുടങ്ങി. സംഭവം എന്തായാലും കിട്ടില്ല കാഴ്ചയായിരുന്നു. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. തീയങ്ങ് നല്ല രീതിക്ക് ആളിക്കത്തി. അതിനിടയ്ക്ക് വെച്ചിട്ടുള്ള പടക്കങ്ങളൊക്കെ പൊട്ടുന്നുണ്ടായിരുന്നു. ഈ ഒരു കാഴ്ച കണ്ട് അങ്ങനെ ഒരു പുതുവർഷം ആരംഭിച്ചു. പണ്ട് ഫോർട്ട് കൊച്ചിയിൽ മാത്രം നടന്നുകൊണ്ടിരുന്ന ഈ ഒരു ആചാരം ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉണ്ടെന്നാണ് എൻ്റെ അറിവില്. ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി തന്നെ പല ജില്ലകളിൽ നിന്ന് ഇവിടെ വരുന്നവരുണ്ട്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് എല്ലാവരും തിരിച്ചു മടക്ക യാത്രയിലാണ്. വന്നതിനൊക്കെ നല്ല കഷ്ടപ്പാടായിരിക്കും തിരിച്ചു പോകാൻ. എല്ലാവരും ഒരേ സമയത്താണല്ലോ തിരിച്ചിറങ്ങുന്നത്. അങ്ങനെ പാപ്പയുടെ നെഞ്ചത്തെ അവസാനത്തെ തീയും കണ്ടിട്ട് ഞങ്ങൾ പതുക്കെ മടങ്ങി. പോലീസ് നല്ല പ്രയാസപ്പെട്ടിട്ടാണ് ഈ തിരക്കിനെ ഒന്ന് കൺട്രോൾ ചെയ്തത്. അങ്ങനെ നമ്മൾ വന്നപ്പോൾ നടന്ന ഏകദേശം 2-3 കിലോമീറ്റർ തിരിച്ച് നമ്മൾ നടന്നു. തിരിച്ചെത്തിയപ്പോഴത്തേക്കും ഇതാണ് കാലിന്റെ അവസ്ഥ. നേരത്തെ കണ്ട പള്ളീന്റെ പരിസരത്തെത്തി ഞങ്ങള്. അവിടെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേണ്ടവർക്ക് അതെല്ലാം യൂസ് ചെയ്ത് അവിടെ കുറച്ചു നേരം റെസ്റ്റ് ചെയ്തു. ഈ കാഴ്ചകൾ മാത്രം പോരാ, ഇനിയൊരു അടിപൊളി സൺറൈസ് വ്യൂ പോയിന്റ് കൂടെ കാണണമെന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹം. കൊളുക്കുമലയായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പ്ലാൻ. പക്ഷേ വിചാരിച്ച പോലെ തിരിച്ചിറങ്ങാൻ ഞങ്ങൾക്ക് സമയം
ലേറ്റ് ആയി പോയി. അങ്ങനെ വീണ്ടും മലയാറ്റൂരിൽ നിന്നും ഏകദേശം 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ കോട്ടപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുമെന്ന് മനസ്സിലായി. നേരെ ലൊക്കേഷൻ ഇട്ടു, അങ്ങോട്ട് വെച്ചലക്കി പിടിച്ചു. കോട്ടപ്പാറയിലെ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ